തോമസ് കെ തോമസ് MLA-യെ NCP സംസ്ഥാന പ്രസിഡന്റായി ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യത. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറാകും ഈ പ്രഖ്യാപനം നടത്തുക. നിരീക്ഷകനായി കേരളത്തിൽ വന്ന ജിതേന്ദ്ര അവധ് പങ്കെടുത്ത യോഗത്തിൽ 14 ജില്ലാ അധ്യക്ഷന്മാരും തോമസ് കെ തോമസിനെയാണ് പിന്തുണച്ചത്. അഭിപ്രായ വ്യത്യാസമില്ലാതെ സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് NCP ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ 24-നോട്. അഭിപ്രായ വ്യത്യാസമല്ലാത്ത തന്നെ ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ മീറ്റിംഗ് സ്വരൂപിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാ സ്റ്റേറ്റ് ഓഫീസ് ബിയറേഴ്സും പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരെല്ലാവരും ഐക്യകണ്ഠേന തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ പാർട്ടി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരേ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അജിത് പവാർ പക്ഷത്തിൻ്റെ NCPൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ അവരുടെ ഒരു യോഗം നടക്കുകയും അവിടെ ഒരു മീഡിയ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത കാണുന്നത്. ഇപ്പോൾ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫാക്ടർ അത് പ്രാവർത്തികമാകില്ല എന്നുള്ളതാണ് നിയമോപദേശകരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നാൽ മാത്രമല്ലേ നീക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അവർ കത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള നീക്കം NCP SP-യുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുന്നു. നിതിൻ, NCP-യിലെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും NCP-യുടെ പുതിയ അധ്യക്ഷൻ ആരെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഇന്ന് ശരത് പവാറിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തോമസ് കെ തോമസിന്റെ പേര് തന്നെയാണ് ഇപ്പോഴും തീരുമാനമായിരിക്കുന്നത്. ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ മാത്രമേ, ആ ഒരു നടപടി മാത്രമേ ഇനി സ്വീകരിക്കേണ്ടതുള്ളൂ. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റുമാർ തോമസ് കെ തോമസിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. അത് ജിതേന്ദ്ര അവാദ്, ദേശീയ നിരീക്ഷകനായ ജിതേന്ദ്ര അവാദാണ് കത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 38 സംസ്ഥാന ഭാരവാഹികളും ഇതിൽ ഭൂരിഭാഗവും തോമസ് കെ തോമസിന് പിന്തുണ നൽകിയിട്ടുണ്ട്. PC ചാക്കോ രാജിവെച്ച ഘട്ടത്തിൽ പാർട്ടി പ്രതിസന്ധിയിലായപ്പോൾ AK ശശീന്ദ്ര പക്ഷമാണ് തോമസ് കെ തോമസിന്റെ പേര് നിർദ്ദേശിച്ചത്. ആ പേര് നിർദ്ദേശിച്ചപ്പോൾ തന്നെ ശരത് പവാർ മുന്നോട്ട് വെച്ചൊരു കാര്യം, അത് സംസ്ഥാന യോഗം ചേർന്നുകൊണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം വിശ്വാസത്തിൽ വേണം ആ ഒരു പ്രഖ്യാപനം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ യോഗം ചേർന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ PC ചാക്കോയുടെ തുടർ നീക്കം അത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് തുടരും. പക്ഷേ ഈ രാജിവെച്ചതിന് ശേഷം ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും തന്നെ പ്രതികരിച്ചില്ല. എന്തായാലും PC ചാക്കോയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. ഇതുവരെ അത്തരമൊരു പ്രതികരണം PC ചാക്കോ നടത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടെ തന്നെ NCP-യുടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. തോമസ് കെ തോമസിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. NCP-യുടെ സംസ്ഥാന അധ്യക്ഷനെ എതിരില്ലാതെ അവർ തെരഞ്ഞെടുത്തെങ്കിൽ നല്ല കാര്യം.